ഇപ്പൊ പലരും തീരുമാനിച്ചിട്ടില്ലേ ഇന്ന് തൗബ ചെയ്യൂല, അല്ലെങ്കിൽ നാളെ തൗബ ചെയ്യൂല, കുറച്ചു ദിവസം കഴിയട്ടെ ഇൻഷാ അല്ലാഹ്, കുറച്ച് കാശ് കൂടി പലിശക്കാർക്ക് കൊടുക്കാൻ തീർക്കാനുണ്ട്, അതുകൊണ്ട് തീർത്ത് സർവ്വബാധിരം തീർത്തിട്ട് തൗബ ചെയ്യാം. സഹോദരിമാരും പറയും കുങ്കുമപ്പൂ ഒന്ന് തീർന്നാൽ അള്ളാഹ് അന്ന് തൗബ ചെയ്തിരിക്കും. അത് മാത്രം പറ്റില്ല, വേറെ ഏത് സീരിയലാണോ മാറ്റാം. അങ്ങനെ നിങ്ങൾ എത്ര തൗബ ചെയ്യാൻ കാത്തിരുന്ന് എപ്പോഴാണ് അസ്രായേൽ വരുന്നതെന്ന് പറയാൻ പറ്റൂല ഉമ്മ. എത്രയോ പേര് പോയി നമ്മുടെ മുന്നിൽ നിന്ന്, എത്രയോ പേര് വീടിന്റെ അകത്ത് നിന്ന് കൊണ്ടുപോയി, എത്രയോ പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തരി ചോറ് മണ്ടയിൽ കയറിയിട്ട് മരണമെന്ന് പറയുന്ന ആ മഹാസംഭവത്തിന് കീഴ്പ്പെട്ടു പോയി. എത്രയോ പേര് വെള്ളം കുടിക്കുമ്പോൾ മണ്ടയിൽ ആ വെള്ളത്തിന്റെ തുള്ളികൾ കുടുങ്ങിയിട്ട് മരണപ്പെട്ടു പോയി. എത്രയോ പേര് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട് ചതഞ്ഞെറിഞ്ഞു പോയി. എത്രയോ പേര് മാരകമായ ക്യാൻസർ എന്ന മഹാമാരിയെ 10, 20, 30 കൊല്ലം കൂടെ കൊണ്ടു നടന്നിട്ട് അവസാനം അതിന് കീഴടങ്ങിയിട്ട് തൊലി പോലെ ഉണങ്ങി കരിഞ്ഞിട്ട് ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയി. അവരൊക്കെയും ഈ സുഖം അനുഭവിച്ചവരാണ് ആദ്യകാലം, പക്ഷേ അവർക്ക് പിന്നീട് പോകേണ്ടി വന്നു. ഇതൊക്കെ ഞാനും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ തഅഖീർ തൗബ, മരണചിന്ത ഇല്ലാത്തവൻ, മരണചിന്ത മനസ്സിൽ കൊണ്ടുവരാത്തവൻ, അസ്രായിൽ എന്ന് പറയുന്ന മഹാസംഭവത്തെ കുറിച്ച് ഒരല്പം പോലും ചിന്തിക്കാത്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യാൻ അവൻ കൂട്ടാക്കുകയില്ല. രണ്ടാമത്, അവനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു തൃപ്തി. നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ്. മറ്റത് അവനുള്ളത് കൊണ്ട് പൊരുത്തപ്പെടാനുള്ള മനസ്സുണ്ടാകുമെങ്കിൽ അള്ളാഹു തന്നതിൽ പൊരുത്തപ്പെടാനുള്ള മനസ്സുണ്ട്. എത്ര കിട്ടിയാലും ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ് ആർത്തിയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു രംഗമാണ്. ആർത്തിയോടുകൂടി ഇനിയും കിട്ടാനുള്ള ഒരു ആവേശം. മൂന്നാമത്തതോ അത്തകാസുലു ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ അലസത. നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ്. മരണചിന്തയില്ലെങ്കിൽ ഈ 3 സംഭവിക്കും. ഈ 3, രണ്ടാമത് പറഞ്ഞ ഈ 3 കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞത്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് 3 ഭയാനകകളാണ്, 3 ഭയപ്പാടുകളാണ്, 3 അമ്പരപ്പുകളാണ്. അതിൽ ഒന്നാമത്തത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കണ്ണുകൾ കൊണ്ട്, ആ കണ്ണുകളിൽ നിന്ന് തീപാറുന്നത് കണ്ട് ബോധരഹിതനായി നിലംപതിച്ചു പോയ ചരിത്രം നാം ഇന്നലെ പറഞ്ഞതാ. രണ്ടാമതോ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ചെയ്തു പോയ തെമ്മാടിത്തരങ്ങൾ, ധിക്കാരങ്ങൾ, അധാർമികതകൾ, അക്രമങ്ങൾ, ആ തിന്മകൾക്ക് മുഴുവനും അദാബുകളെ നരകത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാ. നരകത്തിന്റെ രംഗങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. വ്യഭിചാരത്തിന്റെ പകരമായി നരകത്തിൽ അല്ലാഹു കൊടുക്കുന്ന അദാബുകള് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് അല്ലാഹു ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. അതാണ് ചില മരിക്കാൻ കിടക്കുന്ന മനുഷ്യർ കിടന്ന് വിരളുന്നതാ, ചില മനുഷ്യർ കിടന്ന് കൈകാലിട്ടടിക്കുന്നതാ, ചില മനുഷ്യൻ തന്റെ തല ചുവരിലേക്ക് ഇടിച്ചുകൊണ്ട് നിലവിളിക്കുന്നതാ. അത് മരണവേദനയല്ല, അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന നരകത്തിന്റെ അദാബുകളുടെ ഭയാനകരമായ ഭയപ്പെടുത്തുന്ന രംഗമാണ്. ചില ആൾക്കാർ മരിക്കാൻ കിടക്കുമ്പോൾ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നത് എന്തുകൊണ്ടാണ്? അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ദൃശ്യങ്ങളെ, രംഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. നരകത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ കണ്ടിട്ടേ നിങ്ങൾ മരിക്കുകയുള്ളൂ, ഒരു സംശയവുമില്ല. കള്ളുകുടിച്ചിട്ടുണ്ടോ? വ്യഭിചരിച്ചിട്ടുണ്ടോ? നിസ്കാരം കളാതെയിട്ട് പിശാചിന്റെ പിന്നാലെ തോന്നിയതുപോലെ നടന്നിട്ടുണ്ടോ? അത് മുഴുവനും, അതിന്റെ അദാബുകൾ മുഴുവനും കാണാറ് എന്റെ സഹോദരാ നമ്മൾ മരണപ്പെടുകയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ നരകത്തെ കുറിച്ചുള്ള രംഗങ്ങളുമായി പ്രവാചകരുടെ സമക്ഷത്തേക്ക് പറന്നിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന് എപ്പോഴും സന്തോഷത്തിന്റെ വഹി കൊണ്ടിറക്കി കൊടുക്കുന്ന മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങിയിട്ട് പ്രവാചകരുടെ സമക്ഷത്തേക്ക് വരികയാ. അല്ലാഹുവിന്റെ റസൂലേ, നരകത്തെ കുറിച്ച് പറയാനാണ് വന്നത് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ഭയന്ന് വിറക്കാൻ തുടങ്ങി. കാരണം എന്തേ? മിഅ്റാജ് ദിനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് കണ്ടുപോയതാണ് നരകത്തിന്റെ ഭയാനകകള്. അല്ലാഹുവേ,
ആ രംഗം തന്നെ ഹബീബ് തന്റെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തിരുഹദറത്തിൽ വിശദീകരിച്ചു കൊടുത്തപ്പോ അത് പൊട്ടിക്കരഞ്ഞു പോയ ചരിത്രം നിങ്ങൾക്ക് അറിവുള്ളതാ. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാ, പറയണം ജിബ്രീലേ, നരകത്തെ കുറിച്ച് എന്ത് പറയാനാ അവിടുന്ന് വന്നത്, അത് മുഴുവനും പറയണമെന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, നരകത്തിന്റെ ഒരംശമെങ്കിലും ഈ ദുനിയാവിന്റെ ഭാഗത്ത് അല്ലാഹു കാണിച്ചു കൊടുത്താ ദുനിയാവ് മുഴുവനും കത്തിക്കരിഞ്ഞ് ചാരമായി പോകുന്നതാ നബിയേ. ദുനിയാവെന്ന് പറയുന്നത് പാണ്ടിക്കാടോ പട്ടിക്കാടോ പാലക്കാടോ മാത്രമല്ല, പെരിന്തൽമണ്ണയോ മഞ്ചേരിയോ നിലമ്പൂരോ കൊണ്ടോട്ടിയോ വണ്ടൂരോ മാത്രമല്ല, തിരുവനന്തപുരമോ കൊല്ലമോ പത്തനാപുരമോ പത്തനംതിട്ടയോ മാത്രമല്ല. ദുനിയാവെന്ന് പറയുന്നത് ഇന്ത്യയോ അമേരിക്കയോ ആസ്ട്രേലിയയോ ദക്ഷിണാഫ്രിക്കയോ മാത്രമല്ല. ലോകത്ത് എവിടെയാണ് ലോകം തുടങ്ങുന്നത് അവിടെ മുതൽ അതിന്റെ പര്യവസാനം വരെ വളർന്ന് വിശാലമായി കിടക്കുന്ന ആ ലോകമാണ് ദുനിയാവെന്ന് പറയുന്നത്. ആ ദുനിയാവ് മുഴുവൻ നരകത്തിന്റെ ഒരു കൽച്ചയിൽ വന്ന് വീണോ കത്തിക്കരിഞ്ഞു പോകും നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു ദാടിരോമത്തിലൂടെ ഒഴുകുകയാണ്. കാരണം ആ ഹബീബിനറിയാം ഏത് ധിക്കാരികളാണ്, ഏത് തെമ്മാടികളാണ് ഈ നരകത്തിൽ കിടക്കേണ്ടതെന്ന്. പലിശ വാങ്ങരുതെന്ന് പറഞ്ഞാൽ മൊയ്ലിയാരത് പറയും, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ പൊടുതെറ്റിയിട്ട് പോകുന്ന ധിക്കാരികൾക്കുള്ള നരകം. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ ഉസ്താദുമാരങ്ങനെ പലതും പറയും, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്റെ മൊബൈലിന്റെ യൂട്യൂബിലൂടെ കാമകേളികൾ ആറാടുന്നതിന് വേണ്ടി പാതിരാ സമയത്തിന്റെ മണിക്കൂറുകളെ പിശാചിന് വേണ്ടി മാറ്റിവെക്കുന്നവൻ മനസ്സുകൊണ്ട് അഹങ്കരിക്കുമ്പോ അവനുള്ളതാണ് നരകം. എന്തു പണം കിട്ടുമ്പോഴും പവർ കിട്ടുമ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തെ കച്ചവടം ചെയ്തിട്ട് തോന്നിയവന്റെ ആശരം താഴെയിട്ട് ജീവിക്കുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയാണ് അവർക്കുള്ളതാണ് നരകം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിന്റെ രംഗം മരിക്കാൻ കിടക്കുന്നവന് കാണിച്ചു കൊടുക്കുമത്രേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ടപ്പോൾ കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണും നിറഞ്ഞൊഴുകയാണ്. രണ്ടുപേരും കൂടി കരഞ്ഞപ്പോൾ ആകാശ ലോകത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞാൽ പ്രപഞ്ചത്തിന് താങ്ങാൻ പറ്റൂല, ഹബീബിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയാൽ ആകാശത്തിന് സഹിക്കാൻ പറ്റൂല, ലോകത്തിന്റെ മണിദീപത്തിന്റെ മനസ്സ് വിടഞ്ഞോ ഈ ദുനിയാവിന്റെ മണൽപ്പുറത്തിന് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ജിബ്രീലും അല്ലാഹുവിന്റെ റസൂലും പൊട്ടിക്കരഞ്ഞു കൊണ്ടിരുന്നപ്പോ ആകാശ ലോകത്തിൽ നിന്ന് വിളിച്ചു പറയുകയാ, യാ ജിബ്രീൽ യാ മുഹമ്മദ്, ഏ ജിബ്രീലേ, ഏ മുഹമ്മദ് നബിയേ, ഇന്നല്ലാഹ ആമനകുമാ തഅസിയാഹു വയുഅദിബുകുമാ ശിദ്ദത്തൻ നസ്ഈ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട ജിബ്രീലേ, നിങ്ങൾ കരയണ്ട, നിങ്ങൾ നിലവിളിക്കണ്ട. ഇന്നല്ലാഹ ആമനകുമാ തഅസിയാഹു വയുഅദിബുകുമാ, നിങ്ങൾ രണ്ടുപേരെയും നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന തെറ്റിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ മുന്നറിയിപ്പ് വരുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞു പോയെന്ന് ചരിത്രം പറയുകയാ. ഈ രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ പറയും പെണ്ണുപിടിയന്മാർക്കും കള്ളുകുടിയന്മാർക്കും മാത്രമുള്ളതാണ് നരകമെന്ന്. അല്ല, പിന്നെയോ പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീയാലേ അതിനെ കെട്ടിയിട്ടവൾ പട്ടിണി കിട്ടന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീയാലേ അതിനെ കെട്ടിയിട്ടവൾ പട്ടിണി കിട്ടന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. പ്രാണിയായ ഒരു പൂച്ചയെ
കുട്ടിയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞതിന് പകരം ആ പെണ്ണിന് അല്ലാഹു നരകത്തിന്റെ സീൽ, ആ പെണ്ണിന് അല്ലാഹു നരകത്തിന്റെ സീൽ. പലിശക്കാരും കള്ളുകുടിയന്മാരും വ്യഭിചാരികളും പള്ളി പൊളിച്ചവരും ഖുർആൻ കത്തിച്ചവരും മാത്രമാണ് നരകത്തിലെന്ന് കരുതരുത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക്, അള്ളാഹുവിന് വെറുപ്പുള്ളവർക്ക് അള്ളാഹുവിന് നരകം കൊടുക്കാൻ സാധിക്കും. ആർക്കും ചോദിക്കാൻ അർഹതയില്ല, ആർക്കും ചോദിക്കാൻ അർഹതയില്ല. അതുകൊണ്ടാണ് ഹബീബ് പൊട്ടിക്കരഞ്ഞു പോയത്. ഈ രംഗം മരിക്കുന്ന സമയം കാണിച്ചു തരുമ്പോഴുള്ള രംഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നീ ആലോചിക്കൂല ചെറുപ്പക്കാരാ, ഇപ്പൊ നീ മനസ്സുകൊണ്ട് ചിന്തിക്കൂല സുഹൃത്തുക്കളെ. കള്ളുകുടിക്കുന്നതിന്റെ രസം നിന്റെ നാവിൻ തുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, വിദേശ രാജ്യത്ത് എല്ലാവരെയും പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് നിന്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറയുമ്പോ വില കൂടിയ വിദേശ മദ്യം കൊണ്ടുവന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ള് കച്ചവടത്തിലൂടെ, കഞ്ചാവിലൂടെ, കറുപ്പിലൂടെ ഈ സമുദായത്തിന്റെ മക്കള് പിശാചിന്റെ നരകത്തിന്റെ കൂട്ടാളികളായി മാറി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ മോനെ നിനക്ക് കാണിച്ചു തരുന്നത് നരകത്തിന്റെ ഭയാനകരമായ രംഗങ്ങളാണ്, നരകത്തിന്റെ പേടിപ്പിക്കുന്ന രംഗങ്ങളാണ്. അസ്രായിലിന്റെ രംഗം വേറെ, മാറിയേ പറ്റൂ, നമ്മൾ മാറ്റമുണ്ടായെങ്കിലേ പറ്റൂ. നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ആമീൻ പറഞ്ഞു. വിശാലമായ മജ്ലിസാണ്, വിശാലമായ മജ്ലിസാണ്. ഈ 10,000-കണക്കിന് ജനങ്ങൾ, 50,000-ത്തിലേറെ ജനങ്ങൾ ഇന്നലെ ഈ ഗ്രൗണ്ട് നിറഞ്ഞെങ്കിൽ അതുപോലെ നിറഞ്ഞു കവിഞ്ഞ ഈ വിശുദ്ധമായ മജ്ലിസിൽ ഒരാളുടെ ആമീൻ നമുക്ക് കിട്ടിയാൽ, അള്ളാഹു കബൂലാക്കിയാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകും സഹോദരങ്ങളെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സ്വർഗം കണ്ട് നമുക്ക് മരിക്കണം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. സ്വർഗം കണ്ട് നമുക്ക് മരിക്കണം. ഇന്നലെ പ്രഭാഷണം കഴിഞ്ഞു പോയ ഒരു സഹോദരൻ ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു കമ്പിയുടെ ഭാഗം നെഞ്ചിലേക്ക് കയറി ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ശിഫാവ് കൊടുക്കട്ടെ, അള്ളാഹു ശിഫാവ് കൊടുക്കട്ടെ. മുനീര പ്രഭാഷണം കേൾക്കാൻ കഴിയാറ് സദസ്സിൽ നിന്ന് സങ്കടത്തോടെ പിരിഞ്ഞുപോയ ആ പ്രിയ കൂട്ടുകാരൻ അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാതിരിക്കാൻ കഴിയില്ല. നിന്നും ഇരുന്നും നിൽക്കാൻ ഇടമില്ലാതെ നിങ്ങി ഞെരുങ്ങി പ്രസംഗം കേട്ടിട്ട് പോലും തിരിഞ്ഞു പോകുമ്പോ കണ്ണുനീരോട് പലരും പറഞ്ഞു, ഉസ്താദേ നാളെ നേരത്തെ വരണം, ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ ആശയും ഒന്നും തീർന്നിട്ടില്ല, നേരത്തെ വന്ന് ഞങ്ങളുടെ മനസ്സ് നിറച്ച് മരണചിന്ത സമ്മാനിക്കണമെന്ന് പറഞ്ഞ രക്തത്തിളപ്പുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഈ സമുദായത്തിന്റെ ഇസ്സത്തിന്റെ അടയാളങ്ങളാണ്. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, സ്വർഗം കണ്ട് നമുക്ക് മരിക്കണം. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുക എന്ന ഭയാനകത കഴിഞ്ഞാൽ പിന്നെ നരകത്തിന്റെ ഭയാനകത കൂടി കാണാൻ പറ്റുന്ന രംഗമുണ്ടല്ലോ. അത് വേണ്ട ചെറുപ്പക്കാരാ, അത് വല്ലാത്ത രംഗമാണ്, വല്ലാത്ത രംഗമാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു സ്വർഗം കണ്ട് മരിച്ചയാളാണ്. പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് അസ്രായിലിനെ സ്വാഗതം ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു പോയി. ചെയ്തു പോലെ പുണ്യങ്ങളുടെ പ്രതിഫലങ്ങളുടെ കൂമ്പാരം തനിക്ക് അല്ലാഹു കാണിച്ചു തരുന്നത് കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് വിട പറഞ്ഞു പോയതെങ്കിൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആരാ? ചെറുപ്പക്കാരാ, ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരായ സഹാബത്തിന്റെ ചരിത്രങ്ങൾ മറന്നു പോകരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ ചരിത്ര പഠനത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ മനസ്സിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഞാൻ പഠിപ്പിച്ച പ്രസംഗത്തിലൂടെ കാസറ്റ് ഇറക്കിയതാ. കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന വിഷയത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഫെബ്രുവരി മാസം ഇൻഷാ അല്ലാഹ് വിപണിയിലേക്ക് ഇറങ്ങാൻ പോവുകയാ. അല്ലാഹുവിന്റെ പടവാളെന്ന് പേരിട്ടുകൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ചരിത്രം നിങ്ങൾക്ക് സമ്മാനിച്ചതാ. ഈ അഹ്ലു ബൈത്തിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ പറയുന്നതാ. ഈജിപ്തിലെ മാണിക്യമെന്ന് പറഞ്ഞുകൊണ്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഞാൻ പറയുന്നതാ. എന്തിനെന്നറിയോ? മറന്നുപോയ മഹത്തുക്കളുടെ മനോഹരമായ ചിന്തകൾ ഈ സമുദായത്തിന്റെ മനോമുഖരത്തിലേക്ക് മാറാതെ പിടിച്ചു കിടക്കുന്ന ചരിത്രത്താളുകളെ മാറ്റിയിട്ട് പ്രകാശത്തിന്റെ ഗോപുരങ്ങളായ മഹത്തുക്കളുടെ ചിന്തകളും ചിത്രങ്ങളും നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അതുപോലെ ഒരു മഹാനുഭാവനാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെ ഗോത്രമാണ്, പിടിച്ചുപറിക്കാരുടെ ഗോത്രമാണ്. ആരെവിടേക്ക് ചെന്നാലും കയ്യിലുള്ള മുതലുകൾ കൊണ്ട് തിരിച്ചു വരാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല. അവിടെ ജനിച്ച ഒരാൾ, ആ കൊള്ളക്കാരുടെ കൂടെ വളർന്ന ഒരാൾ അബൂദർ റളിയല്ലാഹു അൻഹു
മക്കയിലേക്ക് നടന്നു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ. ആദ്യം തന്നെ ഒരു അനുയായിയെ പറഞ്ഞു വിട്ടു, മുഹമ്മദിനെ കുറിച്ച് പഠിച്ചു വരണം. പോയി പഠിച്ചു വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു വന്നത് ശരിയായില്ല, ഞാൻ തന്നെ ഒന്ന് പോകാം. നേരിട്ട് വന്നു. ഒരുപാട് രഹസ്യമായി ഇസ്ലാമിന്റെ പ്രബോധനം നടക്കുന്ന ആദ്യ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ആദ്യ സമയത്താണ്. അന്ന് ഇസ്ലാമിലേക്ക് 3-4 ആൾക്കാരൊക്കെ കടന്നു വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് അബൂദർ റളിയല്ലാഹു തആല ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മക്കയിലേക്ക് ചെല്ലുന്നത്. ഒരുപാട് പ്രാവശ്യം അവിടെ ചെന്നു. അലി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം വളരെ വ്യക്തമായി ഓരോ സെക്കൻഡുകളും വിശദീകരിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു തആല അൻഹു ചെന്നു. അന്ന് മുസ്ലിമല്ല. ഒരുപാട് സ്ഥലത്ത് ഒളിച്ചും തെളിച്ചും ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മനസ്സ് വെച്ചു. അവസാനം അലി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടി. കുട്ടികളിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അലി റളിയല്ലാഹു തആല അൻഹുവാണ്. ആദ്യകാലത്ത് മുസ്ലിമായ വ്യക്തികളിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, എനിക്ക് മുഹമ്മദിനെ കുറിച്ച് പഠിക്കണം. അലി റളിയല്ലാഹു അൻഹു രഹസ്യമായി വിളിച്ചുകൊണ്ടുപോയി ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തിൽ നിന്നും മുസ്ലിമായി വിശദീകരിക്കാൻ നേരമില്ല. മുസ്ലിമായപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് വളർച്ച കിട്ടിയിട്ടില്ല, ഇസ്ലാം പരസ്യമായിട്ടില്ല. അതുകൊണ്ട് നിന്റെ ഗിഫാർ ഗോത്രത്തിലേക്ക് നീ തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു വല്ലദീ ബഅസക ബിൽ ഹഖീ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ പറഞ്ഞു വിട്ട പടച്ചവനെ തന്നെയാണ് സത്യം, ഇത് ഞാൻ പരസ്യമായി വിളിച്ചു പറയും നബിയേ എന്ന് പറഞ്ഞുകൊണ്ട്, പരസ്യമായി വിളിച്ചു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാധിച്ചിരുന്ന ആരാധനയങ്ങളിലേക്ക് പോയിട്ട് കാർക്കിച്ചു തുപ്പിയത്രേ. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ അടിച്ച് അവശരാക്കി ബോധം നഷ്ടപ്പെട്ടു പോയി. ആ സമയത്തെല്ലാം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സഹാബികൾ അബൂദർ റളിയല്ലാഹുവിന്റെ ശരീരം കൊണ്ട് കിടത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അബൂദറിന് അല്ലാഹു ഉന്നതമായ വിജയം കൊടുക്കുമെന്ന് പറയുമായിരുന്നു. ഈ അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രിയമുള്ളവരെ, ഖന്ദഖ് യുദ്ധത്തിന്റെ സമയത്ത് അബൂദർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ 9-ാം വർഷം തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ റോമക്കാരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രവാചകരും സഹാബത്തും കൂടി നടന്നൊരു യാത്ര പോയിരുന്നു ഹിജ്റയുടെ 9-ാം വർഷം. അതുകൊണ്ട് വഴിയിൽ കല്ലുകളും മുള്ളുകളും ഉണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ മാത്രം കൂടെ വരാൻ പറഞ്ഞപ്പോൾ കുറച്ചുപേര് പിന്മാറി. അവർ വരുന്നില്ല എന്ന് പറഞ്ഞു, അവരാരുമില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ഇങ്ങനെ യാത്ര പോയി. പ്രവാചകർ കുറെ ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, അബൂദർ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. സഹാബികൾ അബൂദറിനെ കണ്ടില്ല. അവർ പറഞ്ഞു,